സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. സർ, ഇപ്പോൾ സംസ്ഥാനത്ത് ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം കാലവർഷം ഇനി കൂടുതൽ മഴ ലഭിക്കുമെന്നാണോ ഈ കാലവർഷത്തിൽ? ഈ കാലവർഷം അനുമാനിക്കപ്പെടുന്നത് 106% മഴയുണ്ടാകുന്നതാണ്. അതിപ്പോൾ ഒരു 6% അധികം. ഈ 6% എന്ന് വെച്ചാൽ അത് കൃത്യം 6% എന്ന കണക്കിലല്ല. പൊതുവിലുള്ള അനുമാനം ഈ വർഷം മഴ കൂടുതൽ ലഭിക്കും എന്ന് തന്നെയാണ്, മഴയുടെ മൊത്തം അളവ് മൺസൂൺ കാലഘട്ടത്തിൽ. പക്ഷേ നമ്മൾ കാണേണ്ടുന്നത് ഈ മഴയുടെ മൊത്തം അളവിനോടൊപ്പം തന്നെ ഈ മഴ ഏത് രീതിയിൽ ലഭിക്കുന്നു എന്നതും നമ്മളിനി കാണേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ കുറഞ്ഞ മണിക്കൂറുകളിൽ അതിശക്തമായ മഴയായി പെയ്ത് പിന്നെ മഴയില്ലാത്ത സാഹചര്യമുണ്ടാകാം. അതല്ല, ചില ദിവസങ്ങളിൽ ശക്തമായി മഴ പെയ്തിട്ട് പിന്നെ മഴയേ ഇല്ലാത്ത സാഹചര്യമുണ്ടാകാം. അങ്ങനെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പക്ഷേ പൊതുവിൽ മഴയുടെ മൊത്തത്തിലുള്ള അളവ് ഈ കാലവർഷത്തിൽ കൂടുതലായിരിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും മറ്റ് പല കാലാവസ്ഥാ കേന്ദ്രങ്ങളും അനുമാനിക്കുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മഴക്കാല മുന്നൊരുക്കങ്ങളൊക്കെ ഏകദേശം പൂർണ്ണമായോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഴക്കാല മുന്നൊരുക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കുന്ന യോഗമാണ്. അത് മെയ് 2 തന്നെ കഴിഞ്ഞു. ഇപ്പോൾ ഓറഞ്ച് ബുക്ക് അതിൻ്റെ ഫൈനൽ വെർഷനിൽ ഈ വർഷത്തേക്കുള്ളത് തയ്യാറായി, അതും സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോർഡിനേഷന് വേണ്ടുന്ന, ഞങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി ജനറൽ കോർഡിനേഷനാണ്. അതിനു വേണ്ടുന്ന സജ്ജീകരണങ്ങളെല്ലാം നടത്തി. ഞങ്ങളുടെ ഏർലി വാർണിംഗ് സിസ്റ്റംസ് ടെസ്റ്റ് ചെയ്തു, ഫോൺ നമ്പറുകളെല്ലാം പരിശോധിച്ചു. ഞങ്ങളുടെ ക്യാപ്പ് അലേർട്ട് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടോ, സാറ്റലൈറ്റ് ഫോണുകൾ പ്രവർത്തനക്ഷമമാണ്, ഇതെല്ലാം പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിരന്തര പ്രക്രിയയാണ്. അപ്പോൾ ആ പ്രക്രിയ നടന്നു വരുന്നു. കൂടുതൽ NDF സംഘങ്ങൾ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടോ? എല്ലാ വർഷവും നമ്മൾ ഒരു ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ കുറച്ചധികം സംഘങ്ങളെ, ഇപ്പോൾ കേരളത്തിൽ 2 സംഘങ്ങളുണ്ട്, അതിൽ അധികമായി കുറച്ച് സംഘങ്ങളെയും നിയോഗിക്കാറുണ്ട്. അത് ആവശ്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണർ, ദുരിതാശ്വാസ കമ്മീഷണർ, പ്രിൻസിപ്പൽ സെക്രട്ടറി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആണ് അതിൽ തീരുമാനം കൈക്കൊള്ളുക. അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന തീരുമാനം.